ചാക്കോച്ചൻ എന്റെ അടുത്ത കൂട്ടുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇഞ്ചക്കാടന്മാരോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ന്യായമായി സംശയിച്ചു. പക്ഷെ ഇപ്പോ ഔസപ്പച്ചൻ കൂടി പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അമ്മച്ചി, ചുങ്കത്തറ വലിയവരുടെ ഏറ്റവും അടുത്ത വിശ്വസനായിരുന്നു നമ്മുടെ ഇച്ചായൻ. ഇച്ചായനോട് ചോദിക്കാതെ മുതലാളി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവരുടെ അടുപ്പം കാരണം ഇഞ്ചക്കടമ്പത്തായിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. നീ എന്തായി പറഞ്ഞു വരുന്നത്? എന്തായാലും ഞാൻ നാളെ പോകും. ഞാൻ പറയുന്ന വിവരങ്ങൾ തൽക്കാലം പിള്ളേർ അറിയരുത്. നീ എന്നെ ആദ്യ പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറവാനേ. ഇച്ചായന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല അമ്മച്ചി. പൊന്നിച്ചനെ കൊന്നതാ. ആര്? പൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇഞ്ചക്കാരൻ മത്തായി. ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ? വേണ്ട 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 വേണ്ട, പെട്ടിയൊക്കെ വെച്ചേക്ക് കുഞ്ഞെ, ഞാനിപ്പോ താഴോട്ട് വരാം. ബീനക്കുഞ്ഞെ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞെ വിശേഷങ്ങള്? അന്നക്കുട്ടി അങ്ങ് മെലിഞ്ഞു പോയല്ലോ. അയ്യോ, ആരാണ്ട് കണ്ണു വിട്ടതാ കുഞ്ഞെ. കുഞ്ഞു നടന്നോ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. അയ്യോ, ഇത് ആര്? ഷേളി മോളോ? വരുന്നവരെ അറിയിച്ചായിരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. താണ്ടമ്മച്ചിക്കൊക്കെ സുഖമാണോ മോള്? വാ വാ, നീ എന്തൊന്നും അറിയിക്കാതെ? നിന്റെ അടുത്ത് വരെ എന്തോന്ന് അറിയിക്കാൻ. വാ ഇരിക്കെ. പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താത്? ഞാൻ ഇനി ഇവിടെ തന്നെ ഞാൻ കൂടിയാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യമാ. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ? ആ, അത് തന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഇങ്ങ് പോന്നു. അപ്പൊ ഇങ്ങോട്ട് പോകുന്നത് വീട്ടിൽ അറിയാവോ? ആ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇടട്ടെ. ഓടിയപ്പുറത്ത് ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ. നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ആഹാ, ഇതെന്തെടുത്തു? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ 1-2 കോപ്പീസ് എനിക്ക് വേണം. കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാന്ന് അമ്മച്ചി പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല. മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ, പഞ്ചപാവാ. എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ളൊരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. മോളെ, ഷേലി ചോറിനാൻ വിളിക്കേ. അവള് കുളിക്കാൻ പറ്റി.
സോറി, താഴെ ബാത്റൂം വെള്ളമില്ല. അയ്യോ, എന്റെ ഇനി നിങ്ങൾ ഇരിക്കും, അമ്മച്ചി വിളമ്പി തരാം. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാനിന്ന് വിളമ്പിത്തരാം. ഇല്ല, ഞാൻ വിളമ്പാ. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. പൊന്നെ അമ്മച്ചി, അമ്മച്ചി അവിടെ ഇരുന്ന് ഞാൻ വിളമ്പിത്തരാം. ഞാൻ വിളമ്പാൻ. അത് പറ്റത്തില്ല. ഞാൻ എന്തൊരു ശല്യം ഇത്. ആരെങ്കിലും ഒന്ന് പണ്ടാടി ഞങ്ങൾ ചുട് മൂട് വിളമ്പിയേ. അതെ. മതി മതി മതി. ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല. ഇത്തിരി തടി കൂടുതലാ. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ചെത്തിയ ആളാ. മതി. അത് തന്നെ. തുടങ്ങി. അപ്പച്ചാ, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ദാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. ഈയെടാ, കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ ഉണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 ക്വാളിറ്റി. എന്നെ ചാറ് ഒഴിക്കാൻ പറഞ്ഞു എന്റെ പൊന്നെ. അത് തന്നെ, കുറെ കൂടെ ഒഴിച്ചോട്. ദാ. അപ്പച്ചാ, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജ് പോകാൻ സമയം കിടക്കല്ലേ? എടാ, നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖമല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മച്ചിക്ക് തോന്നുന്നതാ. ആ, പിന്നെ അമ്മച്ചി, ഇന്നലെ നടന്നൊരു സംഭവം കേട്ടോ. അയ്യോ, വല്ലാത്ത തലവേദന. അയ്യോ. വെള്ളം കൊടുക്ക്. എന്റെ വേളാങ്കന്റെ മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയ ഞാൻ പൊന്നോണ്ടോ. നേരല്ലേ നേരല്ലേ നേരല്ലേ. അപ്പച്ചാ, വിട്, വിട് അപ്പച്ചാ. എന്താ അപ്പച്ചാ? എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന 15ാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ തിരുമുറ്റത്ത് എന്ന് പിച്ചെടുക്കേണ്ട വരും. അത് തന്നെ. എന്റെ ദൈവമേ.